ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഏർലി മോർണിംഗ് റുട്ടീനാണ്. രാവിലെ 5:30 മുതൽ 7:30 വരെയുള്ള കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആട്ടോ. അപ്പം ഇന്നിപ്പം സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂൾ റീ ഓപ്പൺ ആകുന്നതിൻ്റെ അന്നത്തെ വീഡിയോ ആട്ടോ. അപ്പോൾ ഒരു ടിഫിൻ ബോക്സ് പാക്കിങ്ങും പിന്നെ സ്കൂളിലേക്ക് പോകുന്ന ഒരു തിരക്കും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കുക. അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഫസ്റ്റ് ടിഫിൻ ഒക്കെ റെഡിയാക്കുവാണ് അസാന്. അപ്പോൾ ഇക്ക രാവിലെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇക്കാക്ക് ചിലപ്പോൾ ഇന്ന് ട്രാഫിക് ഉണ്ടാവും എന്ന് വെച്ചിട്ട് ഇക്ക രാവിലെ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഫുഡൊന്നും കൊണ്ടുപോയിട്ടില്ല. ഞാൻ അസാന് വേണ്ടിയിട്ട് പിന്നെ ചപ്പാത്തി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പാക്കിൽ തലേ ദിവസം ഇങ്ങനെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് വെച്ചിട്ട് ഞാനൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പം കഴിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് കറിയായിട്ടല്ല, അല്ലാണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ടാട്ടോ. പിന്നെ ചപ്പാത്തി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അങ്ങ് എത്തുമ്പോൾ ചിലപ്പോൾ ഒരു ഡ്രൈ പോലെ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട് ബോക്സിലായിട്ട് ആപ്പിളും ഗ്രേപ്സും ഒക്കെ കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ടിഫിൻ ബോക്സ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി അസാനെ വിളിച്ച് ഉണർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ ദിവസമായിട്ട് ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. തലേ ദിവസം കിടക്കുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടാണ് കിടന്നത്, എഴുന്നേക്കാൻ ലേറ്റ് ആവരുത്, ഉമ്മി ഉറങ്ങിപ്പോരുത്, എന്നെ രാവിലെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് താഴേക്ക് പോകണം കേട്ടോ. അപ്പോൾ 6:20 ഒക്കെ ആകുമ്പോഴാണ് സാധാരണ ബസ് വരുന്നത്. ഇന്നിപ്പം സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മളൊരു 5-10 മിനിറ്റ് നേരത്തെ പോയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. കാരണം ട്രാഫിക് ആകുമ്പം ബസ്സിന് നേരത്തെ വന്നാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരത്തെ പോയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ. അപ്പം ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഐസ നല്ല ഉറക്കമാണ് ഈ ഒരു സമയത്ത്. അപ്പം അതുകൊണ്ട് ഇക്ക ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പം ഐസായും കൂടെ കൊണ്ട് താഴേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം കുറച്ച് നേരത്തെ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇനി ബസ് ലേറ്റ് ആയാൽ ആൾ കരയും. ആളുടെ കാര്യമായതൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ താഴെ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് വിളിക്കും കേട്ടോ. അപ്പം കണ്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ കരച്ചിലായിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ ഐസായും കൂടെ താഴേക്ക് എടുത്തുകൊണ്ട് പോകാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് അസാന് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, സ്കൂളിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. എത്ര ടൈമായി, പെട്ടെന്ന് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുക കേട്ടോ. അങ്ങനെ ഇനിയിപ്പം ഫുള്ള് ഡ്രസ്സും യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇടുവാണേ. അൽഹംദുലില്ലാ. അങ്ങനെ ഞങ്ങൾ പിന്നെ താഴേക്ക് പോവാട്ടോ. പൈസയും കൂടെ എടുത്തിട്ടുണ്ട്. നല്ല ഉറക്കമായിരുന്നു. അപ്പം
എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം താഴേക്ക് പോവാണ്. അങ്ങനെ താഴേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഐസ നല്ലപോലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി ഐസയെ സ്കൂളിൽ വിടുമോയെന്ന്. അപ്പം നമ്മളിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു സ്കൂളിൽ പോകുന്നില്ലേ എന്നൊക്കെ തലേ ദിവസമേ ചോദിച്ചിട്ടൊക്കെ ആട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനിയിപ്പം സ്കൂളിൽ അവളെയും കൂടി വിടുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇനിയിപ്പം കിടന്ന് ഉറങ്ങാനൊക്കെ കുറച്ച് പാടാട്ടോ. ഇനിയിപ്പോൾ ഉറങ്ങില്ല. അപ്പം അസാൻ്റെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അസാൻ പോവുകയാണ് ഇനിയിപ്പം. പിന്നെ തിരിച്ചെത്തിയതിന് ശേഷം ഞാൻ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടി റെഡിയാക്കുവാണ്. ചപ്പാത്തി ഒന്ന് ഇങ്ങനെ ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ എഗ് ബുർജി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 സവാളയും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടതിന് ശേഷം അതൊന്ന് ആവശ്യത്തിന് ഉപ്പിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെന്ത് വരുമ്പോഴേക്കും അതൊന്നിങ്ങനെ കറക്കി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുകയാണ്. ഇവിടെ മുട്ടക്കറീനെക്കാട്ടിലും ഈ ഒരു മുട്ട ബുർജി ഇങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് 3 മുട്ടയാക്കിയിട്ട് അങ്ങനെയായിട്ട് എടുക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എനിക്ക് ചായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി ഇങ്ങനെ ആയിരിക്കില്ല. അപ്പം ഇന്നിപ്പോൾ ഐസ എഴുന്നേറ്റുകൊണ്ടാണ് നമ്മൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഐസ പിന്നെ കിടന്ന് ഉറങ്ങും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് ചിലപ്പോൾ എൻ്റെ എഡിറ്റിംഗ് വർക്ക് എന്തെങ്കിലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനും കുറച്ച് നേരമൊക്കെ ഒന്ന് കിടക്കും. അതിന് ശേഷമായിരിക്കും പിന്നെ നമ്മൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ചോറും കറിയൊക്കെ വെക്കുന്നത് കേട്ടോ. ഇവിടെ അസാന് ചോറ് കൊണ്ടുണ്ട്. 12:45 ആകുമ്പോൾ അസാൻ എത്തും. പിന്നെ ഇക്കായും ചോറ് കൊണ്ടുപോകില്ല, എന്തെങ്കിലും ഇതുപോലെ ഇങ്ങനെ ചപ്പാത്തിയോ ദോശ അതൊക്കെ ആട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ചോറ് കുറച്ച് കഴിഞ്ഞിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും ആൻഡ് ടേക്ക് കെയർ.